Good morning, dear students. Welcome back to Organizational Behavior. Today we are going to discuss about the topic learning. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് ലേണിംഗ്. എന്താണ് ലേണിംഗ്? ലേണിംഗ് എന്ന് പറഞ്ഞാൽ പഠനം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. Let us see the definition of learning. Learning is any permanent change in behavior of a person that occurs as a result of experience. ഒരു വ്യക്തിയുടെ അനുഭവത്തിൽ നിന്നും ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന സ്ഥായിയായിട്ടുള്ള പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ചിനെയാണ് നമ്മൾ ലേണിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് അക്കംപൈൻഡ് ബൈ അക്വിസിഷൻ ഓഫ് നോളജ്, സ്കിൽസ്, എക്സ്പെർട്ടൈസ് വിച്ച് ആർ റിലേറ്റീവ്ലി പെർമനന്റ്. ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിനുണ്ടാകുന്ന പെർമനന്റ് ചേഞ്ച് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന നമ്മുടെ സ്വഭാവത്തിനുണ്ടാകുന്ന ചേഞ്ചിനെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ആ കൂടെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നു? അതായത് അക്വിസിഷൻ ഓഫ് നോളജ്, നമുക്ക് അറിവ് കിട്ടുന്നു, സ്കിൽസ് കിട്ടുന്നു, അതുപോലെ തന്നെ നമ്മൾ എക്സ്പേർട്ട് ആകുന്നു, ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മൾ എക്സ്പേർട്ട് ആകുന്നു. ഇതെല്ലാം നമ്മുടെ സ്ഥിരമായി നമ്മുടെ സ്വഭാവത്തിൽ ചേഞ്ച് വരുത്തുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ, ഈ രീതിയിലുള്ള ചേഞ്ച് നമ്മുടെ സ്വഭാവത്തിൽ വരുന്നതിനെയാണ് നമ്മൾ ലേണിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ലേണിംഗ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് വേരിയബിൾ ഓഫ് ഹ്യൂമൻ ലൈഫ്, ഹ്യൂമൻ ബിഹേവിയർ. ലേണിംഗ് ഈസ് എ പാർട്ട് ഓഫ് എവരിവൺസ് ലൈഫ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ഭാഗമാണ് പഠനം എന്ന് പറയുന്നത്. ഓരോ ദിവസവും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ സ്വഭാവത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നു, അല്ലെ നമ്മുടെ സ്വഭാവത്തിനെ സ്വാധീനിക്കുന്നു. ഈ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സ്വഭാവത്തിനെ സ്വാധീനിക്കുന്നു. അതിനെയാണ് നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത്. ഇൻ അവർ ലൈഫ് ഓൾ കോംപ്ലക്സ് ബിഹേവിയർ ഈസ് ലേൺഡ്. നമ്മുടെ സ്വഭാവത്തിലെ കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ സങ്കീർണമായിട്ടുള്ള സ്വഭാവങ്ങളെല്ലാം നമ്മൾ ലേണിങ്ങിലൂടെ നേടിയെടുക്കുന്നതാണ്, ലേൺഡ് ആണ് എന്നുള്ളതാണ്. E.R. ഹിൽഗ്രഡ് എന്താണ് ലേണിങ്ങിനെ ഡിഫൈൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. A permanent change in behavior that occurs as a result of prior experience. മുമ്പുള്ള എക്സ്പീരിയൻസിലൂടെ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ വരുന്ന സ്ഥായിയായിട്ടുള്ള മാറ്റത്തിനെയാണ് നമ്മൾ ലേണിംഗ് എന്ന് വിളിക്കുന്നത്. ഇത് ഹിൽഗ്രഡിന്റെ ഡെഫിനിഷനാണ്, E.R. ഹിൽഗ്രഡ്. അടുത്തത് മിച്ചലിന്റെ ഡെഫിനിഷൻ നോക്കാം. മിച്ചൽ ഹാസ് ഡിഫൈൻഡ് ലേണിംഗ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ന്യൂ ബിഹേവിയേഴ്സ് ആർ അക്വയർഡ്. പുതിയ സ്വഭാവങ്ങളെ നമ്മൾ സ്വായത്തമാക്കുന്നതിനെയാണ് നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത് എന്ന് മിച്ചലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എനിവേ, ലേണിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് any relatively permanent change in behavior that occurs as a result of experience. നെൽസൺ മണ്ടേല പറയുകയുണ്ടായി, if you talk to a man in a language he understands, that goes to his head. If you talk to him in his own language, that goes to his heart. അപ്പോൾ നിങ്ങൾ ഒരു മനുഷ്യനോട് ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ സംസാരിക്കുകയാണെങ്കിൽ അയാൾക്ക് മനസ്സിലാവും, അത് അയാളുടെ തലയിലേക്കാണ് പോകുന്നത്. പക്ഷെ നിങ്ങൾ ആ വ്യക്തിയോട് സംസാരിക്കുന്നത് അയാളുടെ സ്വന്തം ലാംഗ്വേജിലാണെങ്കിൽ അത് പോകുന്നത് അയാളുടെ ഹൃദയത്തിലേക്കാണ് എന്നുള്ളതാണ് നെൽസൺ മണ്ടേല പറഞ്ഞത്. Let us see, there are a lot of definitions. Learning is modification of behavior taking place through observation, training, practice is what is called learning. അപ്പോൾ ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒബ്സർവേഷനിലൂടെയും നിരീക്ഷണത്തിലൂടെയും ട്രെയിനിങ്ങിലൂടെയും പരിശീലനത്തിലൂടെയും പ്രാക്ടീസിലൂടെയും നമുക്ക് കിട്ടുന്ന മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയറിൽ ഉണ്ടാക്കുന്ന മോഡിഫിക്കേഷനെയാണ് നമ്മൾ ലേണിംഗ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അടുത്ത ഡെഫിനിഷൻ നോക്കാം. മുൻ ആൻഡ് അതേഴ്സ് ഡിഫൈൻ ചെയ്യുന്നത്, ലേണിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഹാവിംഗ് വൺസ് ബിഹേവിയർ മോഡിഫൈഡ് മോർ ഓർ ലെസ് പെർമനന്റ്ലി by what he does and the consequences of his action or by what he observes. അതുപോലെ തന്നെ സ്റ്റീവ്സ് ആൻഡ് ലൈമാൻ എന്ന് പറയുന്നവർ രണ്ട് ഡിഫൈൻ ചെയ്തേക്കുന്നത് നോക്കാം. എന്താണ് ലേണിംഗ് എന്ന്? റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ, potentiality that results from reinforced practice or experience.
അപ്പോൾ ഈ എല്ലാ ഡെഫിനിഷനിലും നമുക്ക് കാണാൻ കഴിയുന്നത് ലേണിംഗ് എന്ന് പറയുന്നത് പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ. അപ്പോൾ ഒരുപക്ഷെ പെർമനന്റ് ആയിട്ട് ഒരു സ്വഭാവത്തിന് വരുന്ന മാറ്റത്തിനെയാണ്, അല്ലെങ്കിൽ മോർ ഓർ ലെസ് പെർമനന്റ്ലി. അപ്പം അതിന് കാരണമാക്കുന്നത് നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസിലൂടെയാണ്, അല്ലെ നമുക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളുടെ കോൺസിക്വൻസിലൂടെ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന് വരുന്ന സ്ഥായിയായിട്ടുള്ള മാറ്റത്തിനെയാണ് നമ്മൾ ലേണിംഗ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. സോ ലെറ്റ് us see what are the nature and characteristics of learning. പ്രധാനമായിട്ടും നമുക്ക് 7 ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്. അത് ഫസ്റ്റ് വൺ, ലേണിംഗ് റിസൾട്ട് ഇൻ ചേഞ്ച് ഇൻ ബിഹേവിയർ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. സോ സെക്കൻഡ് പോയിന്റ് ഈസ് ദ ചേഞ്ച് മേ ബി ഗുഡ് ഓർ ബാഡ്. ഈ സംഭവിക്കുന്ന ചേഞ്ച് ഒരുപക്ഷെ നല്ലതായിരിക്കാം അല്ലെങ്കിൽ മോശമായിരിക്കാം. ഇറ്റ് മസ്റ്റ് ബി remembered here that a person acquires certain bad habits like smoking or drinking only through learning. ഇപ്പം നമ്മൾ പറഞ്ഞു ഈ സ്വഭാവത്തിൽ വരുന്ന മാറ്റം അത് ഒരുപക്ഷെ നല്ല മാറ്റമാകാം, ചീത്ത മാറ്റമാകാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വ്യക്തി സ്മോക്കിംഗ് അല്ലെങ്കിൽ ഡ്രിങ്കിങ് ഒക്കെ പഠിക്കുന്നത് അത് ലേണിങ്ങിലൂടെയാണ്, മറ്റുള്ളവർ ചെയ്യുന്നതിലൂടെയും കൂടെ ഇരുന്ന് ചെയ്യുമ്പോഴും അങ്ങനെ ഉള്ള ഒരു റിപ്പീറ്റേഷനിലൂടെയാണ് അത് നമ്മുടെ ഈ ഡ്രിങ്കിങ് ഹാബിറ്റ് ഉള്ളവരുടെ ഹാബിറ്റായി മാറുന്നത്. സോ അതൊരു പെർമനന്റ് ചേഞ്ച് ആണ്. സോ അതൊരു ബിഹേവിയറൽ ചേഞ്ച് ആണ്. സോ അത് നമ്മൾ ലേണിംഗ്. അപ്പോൾ ഒരു ബാഡ് തിങ് നമ്മൾ ലേൺ ചെയ്യുന്നതും ലേണിംഗ് ആണ്, ഗുഡ് തിങ് ലേൺ ചെയ്യുന്നതും ലേണിംഗ് തന്നെയാണ്. ആൻഡ് ദ തേർഡ് പോയിന്റ് ഈസ് ദ ചേഞ്ച് മസ്റ്റ് ബി റിലേറ്റീവ്ലി പെർമനന്റ്. അപ്പോൾ ഈ വരുന്ന ചേഞ്ച് ഏകദേശം സ്ഥിരമായിട്ടുള്ള ഒരു മാറ്റമായിരിക്കണം. ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ 2-3 ദിവസത്തേക്കോ ഒരാഴ്ചത്തേക്കുള്ള ഒരു സ്വഭാവത്തിന്റെ ചേഞ്ച് അല്ല, ആ വ്യക്തിയുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു ചേഞ്ച് വരുമ്പോഴാണ് നമ്മൾ ലേണിംഗ് എന്ന് വിളിക്കുന്നത്. ഫോർത്ത് വൺ, എ മിയർ ചേഞ്ച് ഇൻ വൺസ് തോട്ട് പ്രോസസ് ഓർ ആറ്റിറ്റ്യൂഡ് ഈസ് നോട്ട് ലേണിംഗ്. ഒരു വ്യക്തിയുടെ ചിന്തയിലോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡിലോ വരുന്ന ഒരു മാറ്റത്തിനെ നമ്മൾ ലേണിംഗ് എന്ന് പറയില്ല. ഇറ്റ് മസ്റ്റ് ബി അക്കംപൈൻഡ് ബൈ എ ചേഞ്ച് ഇൻ ബിഹേവിയർ ആസ് വെൽ. ഇപ്പോൾ സ്വഭാവത്തിന് അത് ഈ മാറ്റത്തിലൂടെ, തിങ്കിങ്ങിന്റെ മാറ്റത്തിലൂടെയും ആറ്റിറ്റ്യൂഡിന്റെ ചേഞ്ചിലൂടെയും ആ വ്യക്തിയുടെ സ്വഭാവത്തിനും മാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിനെ ലേണിംഗ് എന്ന് വിളിക്കാറുണ്ട്. സോ ഫിഫ്ത്ത് പോയിന്റ്, എനി ചേഞ്ച് ഇൻ ബിഹേവിയർ ഡ്യൂ ടു ഏജിങ്, ഇൽനെസ് ഓർ ഇഞ്ചുറി ഈസ് നോട്ട് ദ റിസൾട്ട് ഓഫ് ലേണിംഗ്. ഇപ്പോൾ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന് വരുന്ന മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ്? പ്രായമാകുന്നതിലൂടെയോ സുഖമില്ലായ്മയിലൂടെയോ അല്ലെങ്കിൽ ഇഞ്ചുറിയിലൂടെയോ മുറിവിലൂടെയോ അപകടത്തിലൂടെയോ ഒക്കെ ഉണ്ടാകുന്ന ആ വ്യക്തിയുടെ സ്വഭാവ മാറ്റത്തിനെ ഒരിക്കലും നമ്മൾ ലേണിംഗ് എന്ന് പറയാറില്ല. അല്ലെങ്കിൽ അതിന്റെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ലേണിങ്ങിലൂടെ വരുന്ന ചേഞ്ച് അല്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് ചേഞ്ച് എങ്ങനെ സ്വഭാവത്തിൽ മാറ്റം വരുന്നതാണ്? ത്രൂ ഒബ്സർവേഷൻ, ട്രെയിനിങ് ആൻഡ് പ്രാക്ടീസ്. ഇങ്ങനെ ഈ ഒബ്സർവേഷനിലൂടെയും ട്രെയിനിങ്ങിലൂടെയും പ്രാക്ടീസിലൂടെയും സ്വഭാവത്തിന് വരുന്ന മാറ്റത്തിനെയാണ് നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത്. സോ എനി പോസിറ്റീവ് ചേഞ്ച് ഹാസ് ടു ബി പെർമനന്റ്. നല്ലൊരു മാറ്റം അത് നല്ലതാണ്, കാരണം ആ ഒരു ചേഞ്ച്, നല്ലൊരു ബിഹേവിയർ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് നല്ലതാണ്. അപ്പം ഈ ഒരു മാറ്റത്തിനെ സ്ഥിരമായിട്ട് നമ്മുടെ സ്വഭാവത്തിൽ കൊണ്ടുവരണമെങ്കിൽ അത് 1-2 ദിവസമോ പ്രാക്ടീസ് ചെയ്താൽ മാത്രം പോരാ. ദാറ്റ് നീഡ് ടു ബി റീഇൻഫോഴ്സ്ഡ്. അത് നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ദിനചര്യയാക്കി, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ അത് സ്വഭാവമായിട്ട് മാറുകയുള്ളൂ. സപ്പോർട്ടഡ് ഓർ സ്ട്രെങ്തൻഡ്, അതിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഊട്ടിയുറപ്പിക്കുകയും സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു നല്ല പോസിറ്റീവ് ചേഞ്ചിനെ നമ്മുടെ ബിഹേവിയറിന്റെ ഭാഗമാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിനെ നമ്മളൊരു ലേണിംഗ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ഇൻ ദ ആബ്സെൻസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ്, ദ എക്സ്പെക്റ്റഡ് ബിഹേവിയർ വിൽ ഗ്രാജുവലി ഡിസപ്പിയർ. റീഇൻഫോഴ്സ്മെന്റ് ഇല്ലെങ്കിൽ, നമ്മൾ റിപ്പീറ്റേഷൻ ഇല്ല എങ്കിൽ, റിപ്പീറ്റഡ് ആയിട്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ ആ ബിഹേവിയർ നമ്മളിൽ നിന്നും കുറഞ്ഞ് ഇല്ലാണ്ടായി പോകും എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഒരു പെർമനന്റ് ചേഞ്ച് സ്വഭാവത്തിന് വരുന്നില്ല, അല്ലെങ്കിൽ നമ്മളത് ലേൺ ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു എക്സർസൈസ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് നമ്മൾ കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്ത് പിന്നെ അത് ചെയ്യാതിരുന്നാൽ നമ്മൾ അതിൻ്റെ ആ ഗുണം നമുക്ക് കിട്ടാതെ വരികയാണ്, അല്ലെ നമ്മൾ ആ എക്സർസൈസ് നമ്മൾ പഠിക്കുന്നില്ല. സോ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളത് ചെയ്യുമ്പോൾ മാത്രം, കുറേ നാൾ ചെയ്യുമ്പോഴേ നമ്മുടെ അതിൻ്റെ ഒരു സ്വഭാവമായിട്ട് മാറുകയുള്ളൂ. ആൻഡ് സെവൻത് പോയിന്റ് ഈസ് ലേണിംഗ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്
It is not something that occurs only during a particular stage in one's life. ലേണിംഗ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, സ്ഥിരമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പം അത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ചില ഘട്ടങ്ങളിൽ മാത്രമേ ലേണിംഗ് നടക്കൂ എന്ന് അല്ല പറയുന്നത്. ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള സമയത്ത് നമ്മൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കും, അല്ല നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. സോ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നേച്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ലേണിങ്ങിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് എന്ന് ചെക്ക് ചെയ്യാം. പ്രധാനമായിട്ട് 5 പോയിന്റ്സ് ആണ് നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് ലേണിംഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ഫസ്റ്റ് പോയിന്റ്, ലേണിംഗ് ഇൻവോൾവ്സ് ചേഞ്ച് ഇൻ ദ ബിഹേവിയർ ഓഫ് എ പേഴ്സൺ. ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന് വരുന്ന മാറ്റമാണ്. ഇപ്പം നമ്മൾ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞ പോലെ തന്നെയാണ്, അതിനോട് സാമീപ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഈ ദിസ് ചേഞ്ചസ് മേ ബി ഗുഡ് ഓർ ബാഡ് ഫോർ ഓർഗനൈസേഷൻസ് പോയിന്റ് ഓഫ് വ്യൂ. ഫോർ എക്സാമ്പിൾ, ബാഡ് ഹാബിറ്റ്സ്, പ്രിജുഡീസ് എക്സെട്ര മേ ബി ലേൺഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ. സോ സെക്കൻഡ് പോയിന്റ് ഈസ് ചേഞ്ച് ഇൻ ബിഹേവിയർ മസ്റ്റ് ബി റിലേറ്റീവ്ലി പെർമനൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് പെർമനൻ്റ് ആയിട്ട് ഉള്ള ഒരു ചേഞ്ച്, ബിഹേവിയറിൽ പെർമനൻ്റ് ആയിട്ട് വരുന്ന ഒരു മാറ്റത്തിനെയാണ് നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത്. ടെമ്പററി ആയിട്ടുള്ള ഒരു സ്വഭാവ മാറ്റത്തിനെ നമ്മൾ ലേണിംഗ് എന്ന് പറയാറില്ല. ഇപ്പോൾ ഒരു വ്യക്തി ഡ്രഗ് അഡിക്റ്റ് ആണ്, ഡ്രഗ് ഉപയോഗിച്ചതിന് ശേഷം ആ വ്യക്തിയുടെ സ്വഭാവത്തിന് ഒരുപാട് മാറ്റം വരും. അല്ലെങ്കിൽ ആൽക്കഹോൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിയുമ്പോഴത്തേക്കും സ്വഭാവത്തിന് മാറ്റം വരും. അപ്പം അത് നമ്മുടെ ബിഹേവിയറൽ ചേഞ്ച് ആണെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒരിക്കലും ലേണിംഗ് എന്ന് പറയാൻ പറ്റില്ല. അത് ഒരു ടെമ്പററി ചേഞ്ച് ആണ്. സോ അതിൽ ഒരിക്കലും ലേണിംഗ് അല്ല. Then the third point, the change in behavior should occur as a result of experience, practice or training. നേരത്തെ പറഞ്ഞ പോലെ ഈ ബിഹേവിയറൽ ചേഞ്ച് എങ്ങനെ സംഭവിച്ചിരിക്കണം? ആക്സിഡന്റിലൂടെയോ അല്ലെങ്കിൽ ഏജിങ്ങിലൂടെയോ ഒന്നും, വയസ്സായതിലൂടെയോ ഒന്നും ആയിരിക്കരുത്. എക്സ്പീരിയൻസിലൂടെയും പ്രാക്ടീസിലൂടെയും ട്രെയിനിങ്ങിലൂടെയും നമുക്കുണ്ടാകുന്ന സ്വഭാവത്തിനുള്ള മാറ്റത്തിനെയാണ് നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത്. സോ ഈ ഫീച്ചേഴ്സിലും നമ്മൾ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സിലും പറയുന്നതൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്, അതിൻ്റെ മീനിങ് ഒക്കെ സെയിം ആണ്. ഫോർത്ത് പോയിന്റ്, ദ പ്രാക്ടീസ് ഓർ എക്സ്പീരിയൻസ് മസ്റ്റ് ബി റീഇൻഫോഴ്സ്ഡ് ഇൻ ഓർഡർ ഫോർ ലേണിംഗ് ടു ഒക്യൂർ. അപ്പോൾ റീഇൻഫോഴ്സ് ചെയ്യുക, നമ്മളതിനെ ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളതാണ്. അതായത് റിപ്പീറ്റ് ചെയ്ത്, നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഒരു ഡാൻസ് ആവട്ടെ, ഒരു സോങ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു സ്പീച്ച് ആവട്ടെ, അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നത് അതാണ് റീഇൻഫോഴ്സ്മെന്റ്. അല്ലെങ്കിൽ നമ്മളൊരു മിമിക്രി കാണിക്കുന്നു, അല്ലെങ്കിൽ മോണോ ആക്ട്, അത് ഒരു ദിവസം പെട്ടെന്ന് നമ്മൾ അത് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് അത് സക്സസ് ആവില്ല. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു, വളരെ കാലത്തേക്ക് പ്രാക്ടീസ് ചെയ്യുന്നിടത്തോളം അത്രയും അത് പെർഫെക്റ്റ് ആവുകയാണ്. അപ്പം സോ അതിലൂടെ നമ്മുടെ ബിഹേവിയർ ആയിട്ട് നമ്മളത് മാറ്റുകയാണ്. സോ ഫിഫ്ത്ത് പോയിന്റ് ഈസ് ലേണിംഗ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ബിഹേവിയർ. ഈ ലേണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു, പ്രതിഫലിക്കുന്നു. സോ ഇവിടെ ടെക്സ്റ്റിലും ഫീച്ചേഴ്സ് ഓഫ് ലേണിംഗ് ഓൾമോസ്റ്റ് സിമിലർ മാറ്റേഴ്സ് ആണ് ഇവിടെ 5 എണ്ണം. ലേണിംഗ് ഇൻവോൾവ്സ് എ ചേഞ്ച് ഇൻ ബിഹേവിയർ. ദ ചേഞ്ച് മസ്റ്റ് ബി റിലേറ്റീവ്ലി പെർമനന്റ്. ലേണിംഗ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ബിഹേവിയർ. ദ പ്രാക്ടീസ് ഓഫ് experience must be reinforced in order for learning to occur. Then learning occurs throughout one's life. ഇത്രയും കാര്യങ്ങളാണ് ടെക്സ്റ്റിൽ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. സോ ലെറ്റ് us see the next topic, learning process. ലേണിംഗ് പ്രോസസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 5 സ്റ്റെപ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡ്രൈവ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് ക്യൂ സ്റ്റിമുലി എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് റെസ്പോൺസസ്. നാലാമത്തേതാണ് റീഇൻഫോഴ്സ്മെന്റ്. അഞ്ചാമത്തേതാണ് റീടെൻഷൻ. സോ ഇത്രയും 5 സ്റ്റെപ്സ് ആണ് നമ്മൾ ലേണിംഗ് പ്രോസസ്സിലുള്ളത്. അപ്പോൾ എന്താണ് ഈ ഡ്രൈവ് എന്ന് പറയുന്നത്? ഡ്രൈവ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്ട്രോങ് സ്റ്റിമുലസ്. അതായത് ഒരു സ്വഭാവ മാറ്റത്തിന് അല്ലെങ്കിൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ശക്തമായിട്ടുള്ള ഉത്തേജനത്തിനെയാണ് നമ്മൾ ഡ്രൈവ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾക്കൊരു കാര്യം ചെയ്യുവാനുള്ള പ്രചോദനം കിട്ടുന്ന ആ കാര്യത്തിനെ, അതിനെ നമ്മൾ സ്ട്രോങ് സ്റ്റിമുലസ് ഡ്രൈവ് എന്ന് പറയും. സോ ഈ ഡ്രൈവിനെ നമ്മൾ 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. ഒന്ന് പ്രൈമറി ആൻഡ് സെക്കൻഡറി. ഈ പ്രൈമറി ഡ്രൈവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫിസിയോളജിക്കലാണ്. എന്നാൽ സെക്കൻഡറി ഡ്രൈവ് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ് സൈക്കോളജിക്കൽ. ഇപ്പം നമ്മുടെ
നമുക്ക് ഒരു കാര്യം പ്രചോദനം നൽകുന്നത് ഒരുപക്ഷെ ഫിസിയോളജിക്കലും അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഡ്രൈവ് ആയിരിക്കും. ചിലപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നിട്ടായിരിക്കും. സോ ഇതാണ് നമ്മൾ ഡ്രൈവ് എന്ന് പറയുന്നത്. അതായത് എനി സ്ട്രോങ് സ്റ്റിമുലസ്. ഇപ്പം എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ കാളപ്പോരെ കാണാറുണ്ട്. ഇപ്പം യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇത് വളരെ ഫേമസ് ആണ്. അപ്പം കാളകളെ കാണിക്കുന്ന കളറ് നമുക്കറിയാം, റെഡ് കളറുള്ള ഒരു ക്ലോത്ത് കാണിക്കുകയാണ്. അപ്പം അതൊരു അവിടെ ഒരു സ്ട്രോങ് സ്റ്റിമുലസ് ആണ്. അതിനെ അഗ്രസീവ് ആക്കാനുള്ള ഒരു സ്ട്രോങ് സ്റ്റിമുലസ് ആണ് റെഡ് കളറ്. അപ്പോൾ അത് കാണുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് അഗ്രസീവ് ആകുന്നു, അത് അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇവിടെ ആ കാളകളെ അഗ്രസീവ് ആക്കുന്ന സ്വഭാവം കൊണ്ടുവരുന്നത് എന്താണ്? ആ റെഡ് കളറാണ്. അത് സ്ട്രോങ് സ്റ്റിമുലസ് ആണ്. അപ്പോൾ അതിനെ നമുക്കൊരു ഡ്രൈവ് എന്ന് പറയാം. സോ ദ സെക്കൻഡ് പോയിന്റ് ഈസ് ക്യൂ സ്റ്റിമുലി. ക്യൂ സ്റ്റിമുലിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ക്യൂ സ്റ്റിമുലി ആർ ദോസ് ഫാക്ടേഴ്സ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദ എൻവയോൺമെന്റ് ആസ് പെർസീവ്ഡ് ബൈ ദ ഇൻഡിവിജ്വൽ. അപ്പോൾ ഇത് നമ്മളൊരു സ്ട്രോങ് സ്റ്റിമുലസ് കിട്ടുമ്പോൾ നമുക്ക് ചുറ്റുപാടുമുള്ള പരിസ്ഥിതി, ആ പരിസ്ഥിതി വസ്തുതകളെയാണ് നമ്മൾ ക്യൂ സ്റ്റിമുലി എന്ന് പറയുന്നത്. സോ ക്യൂ സ്റ്റിമുലീസ് ആർ ദോസ് ഫാക്ടേഴ്സ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദ എൻവയോൺമെന്റ് ആസ് പെർസീവ്ഡ് ബൈ ദ ഇൻഡിവിജ്വൽസ്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഈ കാളപ്പോരിൻ്റെ കാര്യം പറഞ്ഞു. ഈ റെഡ് കളറ് കാണിച്ച് ക്ലോത്ത് കാണിച്ച് കാളയെ നമ്മൾ വയലൻ്റ് ആക്കുന്ന സമയത്ത്, ആ സമയത്താണ് അതിശക്തമായിട്ടൊരു മഴ, ഒരു എൻവയോൺമെന്റൽ ഫാക്ടറാണ്, പരിസ്ഥിതിയിൽ നിന്നുണ്ടാകുന്ന ഒരു ചുറ്റുപാടിൽ നിന്നുണ്ടാകുന്ന ഒരു ഇഫക്റ്റാണ്. ശക്തമായ മഴ ഉണ്ടായെന്ന് വെക്കുക. ഒരുപക്ഷെ ആ കാള എപ്പോൾ അറ്റാക്ക് ചെയ്യാൻ പോകണമെന്നില്ല, അതിൻ്റെ ശ്രദ്ധ അവിടെ നിന്ന് മാറി. കാരണം എന്താണ്? അപ്പം ക്യൂ സ്റ്റിമുലി എന്ന് പറയുന്നത് അതിനെ ചുറ്റുപാടുമുള്ള മറ്റ് ഫാക്ടേഴ്സ്, അത് അതിൻ്റെ സ്വഭാവത്തിന് വരുന്ന മാറ്റങ്ങൾ. അപ്പം ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലേണിംഗ് പ്രോസസ്സിനെ ബാധിക്കും. അതായത് ഡ്രൈവ് എന്ന് പറയുന്നത് ക്യൂ സ്റ്റിമുലി. Then third point is responses. റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ പ്രതികരണമാണ്. നമുക്ക് കിട്ടിയ ആ ഒരു ഇൻപുട്ടിന് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റിമുലസിനോട് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അതാണ് ഇവിടെ റെസ്പോൺസ് എന്ന് പറയുന്നത്. The stimulus result in response. And responses may be in the physical form or maybe in terms of attitude, familiarities, perceptions and other complex phenomena. ഇപ്പോൾ ഒരാൾ ഒരു സാഹചര്യത്തിൽ റെസ്പോണ്ട് ചെയ്യുന്നത് പല രീതിയിലാവാം. ഒരുപക്ഷെ ഫിസിക്കൽ ആവാം, അല്ലെങ്കിൽ അയാളുടെ ആറ്റിറ്റ്യൂഡിലൂടെ അത് പ്രകടമായിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ ഐഡിയയിൽ വരുന്നത്, അല്ലെങ്കിൽ അയാളുടെ തോട്ട്സിൽ വരുന്ന മാറ്റങ്ങൾ, ഇങ്ങനെ പല വിധത്തിൽ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നിരിക്കാം. അപ്പോൾ റെസ്പോൺസ് എന്ന് പറയുന്നത് സ്റ്റിമുലസിനെതിരെ അല്ലെ സ്റ്റിമുലിക്കെതിരെ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതിനെയാണ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ തന്നെ പലർക്കും പല രീതിയിലായിരിക്കും പല കാര്യങ്ങളോട് റെസ്പോണ്ട് ചെയ്യുക. നമ്മുടെ കണ്ണിന് നേരെ ഒരു പ്രാണി പറന്നു വരികയാണ്, ചിലർ പെട്ടെന്ന് കണ്ണടക്കിയായിരിക്കും, ചിലർ പെട്ടെന്ന് തല മാറ്റും, ചിലർ ഒരുപക്ഷെ കൈകൊണ്ട് ആ പ്രാണിയെ അടിച്ചു മാറ്റും. സോ ഇങ്ങനെ പല രീതിയിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു. ഇതൊക്കെ നമ്മുടെ ഫിസിക്കൽ റെസ്പോൺസാണ്. അപ്പം നമ്മുടെ മെൻ്റൽ, നമ്മൾ തിങ്കിങ്, നമ്മുടെ മാനസികമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലെ ചിന്തിക്കുന്നു എന്നുള്ളത്, അത് നമ്മുടെ ഐഡിയാസും ആറ്റിറ്റ്യൂഡിനൊക്കെ ഉള്ള മാറ്റങ്ങളായിരിക്കും. സോ ഇതാണ് നമ്മൾ റെസ്പോൺസ് എന്ന് പറയുന്നത്. ആൻഡ് ഫോർത്ത് വൺ ഈസ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഈ റീഇൻഫോഴ്സ്മെൻറ്റിനെ ആണ് നമ്മൾ ലേണിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽ കണ്ടീഷനായിട്ട് പറയുന്നത്. റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ കണ്ടീഷൻ ഓഫ് ലേണിംഗ്. സോ വിതൗട്ട് റീഇൻഫോഴ്സ്മെൻറ്റ് നോ മെഷറബിൾ മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ടേക്സ് പ്ലേസ്. ഈ റീഇൻഫോഴ്സ്മെൻറ്റ് ഇല്ലെങ്കിൽ നമ്മൾ സ്വഭാവത്തിൽ മോഡിഫിക്കേഷനൊക്കെ സംഭവിക്കില്ല, കാര്യമായിട്ട് സംഭവിക്കില്ല. ഇപ്പം അത്ലറ്റ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നു, റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ട് അവർ, അല്ലെങ്കിൽ ഒരു മാസം ചെയ്തിട്ട് നിർത്തുകയല്ല. എന്തിനാണ്? അത് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഡാൻസേഴ്സ് റെഗുലറായിട്ട് അവരുടെ ലൈഫിൽ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെന്തിനാണ്? അതാണ് റീഇൻഫോഴ്സ്മെൻറ്റ്. എങ്കിൽ മാത്രമേ അവരുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായി അത് മാറുകയുള്ളൂ. സോ ഫിഫ്ത്ത് വൺ ഈസ് റീറ്റൻഷൻ. സോ ഫിഫ്ത്ത് വൺ റീറ്റൻഷൻ. റീറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ഫൊർഗെറ്റിംഗ്, മറവിയുടെ ഓപ്പോസിറ്റാണ്. നമ്മൾ ഓർത്തിരിക്കുന്നു, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കാനുള്ള നമ്മുടെ ഒരു കഴിവ്. സോ ദ സ്റ്റെബിലിറ്റി ഓഫ് ലേൺഡ് ബിഹേവിയർ ഓവർ ടൈം ഈസ് ഡിഫൈൻഡ് ആസ് റീറ്റൻഷൻ. നമുക്ക് ഓരോരുത്തർക്കും റീറ്റൻഷൻ്റെ ടൈം വ്യത്യാസമായിരിക്കും. ചിലർക്ക് ഒരു കാര്യം പ്രാക്ടീസ് ചെയ്താൽ അത് കുറേ നാളത്തേക്ക് മൈൻഡിലുണ്ടാവും, റീകളക്ട് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ചിലരെന്ന് പറഞ്ഞാൽ അത് ലേൺ ചെയ്തത് പെട്ടെന്ന് മറന്നു പോകും. അപ്പോൾ ഇതാണ് റീറ്റൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്.
അപ്പം അങ്ങനെ മറന്നു പോകുന്നവർ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് റീഇൻഫോഴ്സ് ചെയ്താലേ അവരുടെ സ്വഭാവത്തിന്റെ ഭാഗമായി മാറുകയുള്ളൂ. അപ്പോൾ അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നതും. ഇപ്പോൾ റീറ്റൻഷന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത്, മറവി. അതുകൊണ്ടാണ് നമ്മൾ ലേൺ ചെയ്ത കാര്യങ്ങൾ കുറേ നാൾ നമ്മൾ ഉപയോഗിക്കാതിരുന്നാൽ പിന്നീട് നമ്മൾ ലേൺ ചെയ്ത കാര്യങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, ചെയ്യാൻ പ്രയാസമായിരിക്കും. സോ അതുകൊണ്ടാണ് റീറ്റൻഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് റീറ്റെയിൻ ചെയ്യാനുള്ള കഴിവ്, അല്ലെ നിലനിർത്താനുള്ള കഴിവ്. സോ ഇത് ഇങ്ങനെ 5 കാര്യങ്ങളാണ് ലേണിംഗ് പ്രോസസ് എന്ന് പറയുന്നതിന്റെ 5 പ്രധാന സ്റ്റെപ്പുകൾ. ഇപ്പൊ എന്തൊക്കെയാണ് ലേണിംഗ് പ്രോസസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് പോയിന്റ് ഈസ് ഡ്രൈവ്, സെക്കൻഡ് പോയിന്റ് ക്യൂ സ്റ്റിമുലി, തേർഡ് പോയിന്റ് റെസ്പോൺസസ്, ഫോർത്ത് പോയിന്റ് റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് ഫിഫ്ത്ത് പോയിന്റ് ഈസ് റീറ്റൻഷൻ. നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് തിയറീസ് ഓഫ് ലേണിംഗ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.